രക്തസാക്ഷിയുടെ ഫണ്ട് അടിച്ചു മാറ്റി നക്കിയെടുത്ത് തിന്നവർ അവർ ഈ വയനാട് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിമർശിക്കുന്നതിന് പകരം സ്വന്തം കണ്ണിനെ കോടാലി എടുത്ത് കളഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവരെ പറയാൻ വരാമെന്ന് മാത്രമേ പറയാനുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലാണ്. ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട്? അവസാന ലാപ്പിലാണ്. എങ്ങനെയുണ്ട്? വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയുണ്ട്? വളരെ മികച്ച രീതിയിലുള്ള റെസ്പോൺസാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്ത് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. എല്ലാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണി വയനാട് ഫണ്ട് സംബന്ധിച്ചുള്ള കണക്കുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അവർ പ്രചാരണത്തിൽ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. അവസാന വിഷയത്തിൽ എന്താണ് ഒരു മറുപടി? വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ തന്നെ അതിൻ്റെ വളരെ വ്യക്തമായ ഉത്തരം യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്. 2 KPCCക്ക് ലഭിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് KPC പ്രസിഡന്റും പറഞ്ഞതാണ്. 3 ഞങ്ങളവിടെ ഭൂമി മേടിച്ചു. ഞങ്ങൾ ഭൂമി മേടിച്ച് അവിടെ ഭവന നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ്. അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും. വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 100 വീട് പണിത് കൊടുക്കുക എന്നുള്ളതാണ്. അതാ പറഞ്ഞ സമയത്തിനുള്ളിൽ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും. 2 DYFI പിരിച്ച കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെയേറെ അവ്യക്തതകളുണ്ട്. അവരാദ്യം അത് പരിഹരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇതിലേക്ക് ഇനി പറയാൻ വരാം. അത് മാത്രമല്ല, രക്തസാക്ഷിയുടെ ഫണ്ട് അടിച്ചു മാറ്റി നക്കിയെടുത്ത് തിന്നവർ അവർ ഈ വയനാട് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിമർശിക്കുന്നതിന് പകരം സ്വന്തം കണ്ണിനെ കോടാലി എടുത്ത് കളഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവരെ പറയാൻ വരാമെന്ന് മാത്രമേ പറയാനുള്ളൂ. വ്യാപകമായിട്ട് സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. 5 കോടി എന്നുള്ളത് അതിൻ്റെ കൂടെ മറ്റൊരു നമ്പർ കൂടി ചേർത്തൊക്കെ അങ്ങനെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നു എന്നൊരു വിമർശനം കൂടി വരുന്നുണ്ട്. എങ്ങനെ? ഏത് സ്ക്രീൻഷോട്ടാ? 5 കോടി എന്നതിന് പകരം അതിൻ്റെ ഇരട്ടി തുകയാണ് തിരിച്ചത് എന്നുള്ള രീതിയിലുള്ള സ്ക്രീൻഷോട്ടുകൾ വരും. സ്ക്രീൻഷോട്ട് കാഫിർ പോലെ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ നാട്ടിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടാകും. കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ പേരിൽ ഇതുപോലെ എന്തൊക്കെ കോലാഹലം ഉണ്ടാക്കിയതാണ്. അവസാനം ആ സ്ക്രീൻഷോട്ട് എവിടെ നിന്നാണ് വന്നതെന്ന് അതിൻ്റെ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ വ്യക്തമായതാണ്. സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയവരും പറഞ്ഞവരും ഒന്നായിരുന്നു എന്ന് മനസ്സിലായി. സ്ക്രീൻഷോട്ടിലൊന്നും കാര്യമില്ല. ഞങ്ങളതുമായി ബന്ധപ്പെട്ട കണക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വയനാടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ വ്യക്തത നിറഞ്ഞ കണക്കുകൾ പറഞ്ഞാണ്. പിന്നെ DYFI അവരുടെ കണക്ക് പറയട്ടെ. അവർ ഈ പുറത്തുവിട്ട കണക്കൊന്നും അല്ലല്ലോ യഥാർത്ഥത്തിൽ. CMDRFിലേക്ക് ഫണ്ട് കൈമാറിയിട്ടില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് 15 കോടിയോളം രൂപ ഒരു കൊല്ലം അവർ പിടിച്ച് കൈവച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പലിശ എവിടെ പോയി എന്നുള്ളത് പറയണം. 2 CMDRFിലേക്കാണ് മുഴുവൻ പണവും സമാഹരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് CPMൻ്റെ സെക്രട്ടറിയുടെ പേരിൽ തന്നെ അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ പിരിച്ചവരാണ്. അതിൻ്റെ ഫുള്ള് കണക്ക് പുറത്തു വിടാനുണ്ട്. ഒട്ടേറെ കാര്യങ്ങളിൽ അവർക്ക് അവ്യക്തതയുണ്ട്. അവരത് പറയട്ടെ. ബാക്കി ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തതയുണ്ട്. ഈ വിഷയം ആറന്മുളയിൽ ഉൾപ്പെടെ UDFന് ക്ഷീണമാകില്ല. എന്ത് ക്ഷീണമാകാനാണ്? ഒന്ന്, ഞങ്ങൾ 100 വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ 100 വീടിൻ്റെ പണി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തീകരിച്ചു, പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ആ വീട് ഒരു 6 മാസത്തിനുള്ളിൽ പണിത് പൂർത്തീകരിക്കാം എന്നുള്ളതല്ലാതെ അതിന്മേൽ വേറെ ഡിസ്കഷനിലൊന്നും അർത്ഥമൊന്നുമില്ല. ഇനി CPM പറഞ്ഞിട്ടാത്തോന്നും ഏതാണ്ട് പാർട്ടി സ്ഥലം മേടിച്ച് പാർട്ടി വീട് പണിത് കൊടുത്താൽ, ഇത് സർക്കാർ നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്നും ദുരിതാശ്വാസ പണത്തിൽ നിന്നും പണിത് കൊടുത്ത ഭൂമിയെപ്പറ്റിയും അല്ലെങ്കിൽ ആ വീടിനെ പറ്റിയല്ലേ ഇവർ സംസാരിക്കുന്നതല്ല. അത് അവർ പണിത് കൊടുത്തൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതിനെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് 100 വീടിൻ്റെ കാര്യത്തിൽ. ആ 100 വീട് ഞങ്ങൾ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും. ഞങ്ങൾക്ക് എന്തായാലും ആ 100 വീടുകളുടെ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നാണ് ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.